ഇവിടെ ഒരാൾ ദിവസവും ഉപ്പ് ഉപയോഗിച്ച് അവന്റെ മുഖം റബ്ബ് ചെയ്യുന്നു. ചോര വന്നാൽ പോലും അത് കാര്യമാക്കുന്നില്ല. ആക്ച്വലി ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് ഫേസിലെ സ്കിന്ന് കട്ടിയുള്ളതാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മാത്രമേ സ്കിന്ന് മരവിച്ച് എത്ര അടി കിട്ടിയാലും വേദന അറിയാതിരിക്കൂ. ഇവന്റെ വലത് കാലിന് അല്പം നീളം കുറവാണ്. എന്നാലും ഇവൻ കഠിനമായി മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇവൻ തന്റെ വൈഫിനൊപ്പം ഹാപ്പിയായി ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ക്യാൻസർ വന്നത്. അത് ചികിത്സിച്ച് ഭേദമാക്കാനാവാതെ അവൾ മരിക്കുന്നു. അവളുടെ മരണം അവനെ വല്ലാത്തൊരവസ്ഥയിലെത്തിക്കുന്നു. അവൾ മരിച്ച വേദന മറക്കുന്നതിനായി അവൻ വലിയൊരു മാർഷൽ ആർട്സ് മാസ്റ്ററായി മാറണമെന്ന് വിചാരിക്കുന്നു. അതിനായി വലിയ വലിയ മാസ്റ്റേഴ്സിനെ തോൽപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ മാസ്റ്റേഴ്സിനെ ചാലഞ്ച് ചെയ്യുന്നു. എന്നാൽ ഇവൻ അവരെല്ലാം തോൽപ്പിക്കുന്നത് മാത്രമല്ലാതെ എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അവന്റെ ഒരു അടയാളം അവിടെ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ഇവരെല്ലാം കൊന്നത് ഒരാൾ തന്നെയാണെന്ന് അവന് എല്ലാവരെയും അറിയിക്കണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജയിലിൽ കിടക്കുന്ന ഒരാൾ കേസ് അന്വേഷിക്കുന്ന ഓഫീസറിനെ കാണണമെന്ന് പറയുന്നു. ഓഫീസറിനോട് അയാൾ തനിക്ക് ആ കുറ്റവാളിയെ കണ്ടെത്താനാവുമെന്ന് പറയുന്നു. പക്ഷെ ഓഫീസർ അത് കാര്യമാക്കാതെ പോകുന്നു. ഉടനെ ഇയാൾ ആ കൊലപാതകി അടുത്തതായി കൊല്ലാൻ സാധ്യതയുള്ള കുറച്ചു പേരുടെ പേരുകൾ പറയുന്നു. എന്നിട്ടും ഓഫീസർ അത് കാര്യമാക്കുന്നില്ല. എന്നാൽ ആ കൊലയാളി അടുത്തതായി ഇല്ലാതാക്കിയത് അയാൾ പറഞ്ഞവരിൽ ഒരാളെ തന്നെയാണ്. അതോടെ ഓഫീസർ അയാളെ കേസന്വേഷണത്തിനായി കൂടെ കൂട്ടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ അവസാനം ആ കൊലയാളിയെ കണ്ടുപിടിക്കുന്നു. എന്നാൽ അവൻ ഇയാളെയും വെല്ലുവിളിക്കുന്നു. കാരണം ഇയാളും ഒരു മാസ്റ്ററാണ്. അവസാനം അവൻ ആ മാസ്റ്ററിനെയും കൊല്ലാൻ പോകുന്നു. എന്നാൽ കറക്റ്റ് ടൈമിൽ ഈ ഓഫീസർ വന്ന് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു.